എന്നാ ഫാറൂഖെ ഇത് അഡ്വാൻസ് കൊടുത്ത 4 ലക്ഷം റുപ്യ. എന്നാ ഇത് അച്ചാരം കൊടുത്ത 1000. അല്ല ഇത് ഞാൻ എണ്ണി വെക്കണ? ആ എണ്ണി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബാങ്കിൽ നിന്ന് കറക്റ്റ് തന്നാ ഓക്കെ. ആ ജംഷീദ് വരുന്നുണ്ട് ഫാറൂഖെ, ആ പൈസ കൊണ്ടുപോയി പാത്ത് വെച്ചാളാ. ഓൻ്റെ ബാപ്പ് ഹോസ്പിറ്റലോ കടം വാങ്ങാനായാലോ. പൈസ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഫാറൂഖിന്റെ അടുത്തേക്ക് പൈസക്ക് പോവാണ്. നിങ്ങൾ റെഡി ആയിട്ട് നിന്നോളി. ഞാൻ പൈസ കിട്ടിയാലേ നമുക്ക് അപ്പൊ തന്നെ ബില്ലടിച്ചിക്കാണ്ട് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം കേട്ടാ. ഫാറൂഖെ എടാ ഒരു 50,000 അത്യാവശ്യം ഉണ്ടെന്നല്ലേ ഇപ്പാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിക്കണം. അപ്പൊ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടാൻ പറഞ്ഞു. എൻ്റെ 10ന്റെ കായില്ല. ഇതൊരു 50 കടം തരുമോ? നമ്മളെ JCB അൻവർ 4 മണിക്ക് എനിക്ക് 50 തരാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കിട്ടി ഞാൻ തിരിച്ചു തരാം. അർജന്റ് ആയിരുന്നോടാ. എൻ്റെ അടുത്ത് ഒന്നും കൊടുക്കാതാടാ. ഒരു 1000 കഴിക്കുന്നുണ്ട്. ഒരു 5 പൈസ എൻ്റെ അടുത്ത് ഇത് വാണിജ്യ കൊണ്ടുപോയിക്കോ. എടാ ഇതുകൊണ്ട് ഒന്നും ആവില്ല. ഒരു 25 കിട്ടുകയാണെങ്കിൽ ബാക്കി ഞാൻ ആരുടെങ്കിലും ചോദിച്ചു വാങ്ങി. ഇത് ചേർത്തന്നെ വെക്കേട്ടാ. ഇനി ഇത് ആ ടൈമിൽ ഞാൻ എനിക്ക് വിളിക്കണ്ട്. അപ്പൊ ഇത് ഫോൺ എടുത്തോണ്ട്. ശരി, ഇപ്പൊ പൈസ കൊടുത്താൽ മതിടാ. ഒരു ഹോസ്പിറ്റൽ കേസല്ലേ. ഇജ്ജ് പറഞ്ഞൊക്കെ വിശ്വസിച്ചാ അനുവർ പൈസ കൊടുക്കാണ്ട് തന്നെ ഇജ്ജ് വിളിച്ചു നോക്കാൻ. അനുവർ അങ്ങനെ കൊടുക്കാന്ന് നമുക്ക് പൈസ കൊണ്ടുപോയി കൊടുക്കും ചോദിച്ചാ. ഇജ്ജ് ഒന്ന് വിളിച്ചു നോക്കാം അനുവറിനെ. ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ് വേണ്ട. വേണ്ട, നമ്മൾ അനുവർ ഉള്ളിടത്തേക്ക് പോയി വെക്കാം. അനുവറിന്റെ സെഡിന്റെ അവിടെ എവിടെയും JCBന്റെ സെഡിന്റെ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയി കൊടുക്കും ചോദിക്കാം. അത് വന്നാ പോയി ആടാ അൻവറാക്ക വെക്കണം അവിടെ. അൻവറാക്ക അൻവറാക്ക ഞങ്ങൾ നിങ്ങളെ കുറെ തെരഞ്ഞെടുക്കുന്നു. 10 മിനിറ്റ് ആയി നിങ്ങൾ തെരഞ്ഞെടുക്കണം. എന്തേനും നിങ്ങൾ നമ്മളെ ജംഷീദ് പൈസ കൊടുക്കണം. ജംഷീർ എനിക്ക് വിളിച്ചിന്. ഓൻ്റെ വാപ്പ ഹോസ്പിറ്റലിലാണ്. ഓനാണെങ്കിൽ ഞാനൊരു 50 റുപ്യ കൊടുക്കാണ്ട്. ഫാറൂഖ് എൻ്റെ അടുത്ത് പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 50 റുപ്യ കൊടുക്ക്. 4 മണിക്ക് എനിക്ക് പൈസ കിട്ടാണ്ട്. അത് ഞാൻ കിട്ടിയാൽ തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ ഞാൻ എത്തിച്ച് അവിടെ അവിടെ ഞാൻ കൊണ്ടേ കൊടുക്കും. പോരെ? ഞാൻ 50,000 കൊടുത്തു. നിങ്ങൾ വൈകുന്നേരം പൈസ കൊടുക്കണം. ആയിക്കോട്ടെ. എന്നോട് ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ പൈസ ചെക്കനെ കൊടുത്താൽ മതിയിരുന്നു. ഞാൻ വാങ്ങിട്ട് പോയിനു. ഓൻ എപ്പോഴും കടം വാങ്ങിക്കോട്ടെ. ഞാൻ അത് വിചാരിച്ചാണ് എന്നോട് ഇത് എന്നാ നമ്മൾ പെട്ടെന്ന് പൈസ കൊണ്ടു കൊടുക്കുക. ഹലോ ഇതിനകത്ത് പൈസ വെച്ചില്ല. എന്നാ 50,000 ഉണ്ട്. ഫാറൂഖെ ഇത് തർത്തനെ വെച്ചോ. ഇതൊരു അരമണിക്കൂർ മുന്നേ എനിക്ക് തരികയാണെങ്കിൽ എൻ്റെ വാപ്പാന്റെ ജീവൻ എനിക്ക് രക്ഷിക്കാണ്. ജീവിതത്തിലെ സമയത്തിന് നല്ല വില ഉണ്ട് കേട്ടാ. ചില സാഹചര്യങ്ങളിലേ പൈസനും കാട്ടി വരാം സമയത്തിന്. മനസ്സിലാക്കിയത്. എന്നാ ഫാറൂഖെ ഇത് അഡ്വാൻസ് കൊടുത്ത 4 ലക്ഷം.